ഗണിതശാസ്ത്രത്തിലെ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകതരം ചിത്രരചനാ ശൈലിയാണ് ഫ്രാക്ച്വൽ ആർട്ട്. യൂറോപ്യന്മാർക്കിടയിലും അമേരിക്കക്കാർക്കിടയിലും ഏറെ പ്രചാരമുള്ള ഈ ഫ്രാക്ച്വൽ ആർട്ട് എന്നാൽ ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലില്ല. ഈ രംഗത്ത് വ്യത്യസ്തതകൾ പരീക്ഷിക്കുകയാണ് മലയാളിയായ ഒരു വനിത. ഇതാ കുറെ ചിത്രങ്ങൾ, പ്രകൃതിയും പൂവുകളും മറ്റ് രൂപങ്ങളുമെല്ലാം നിറയുന്നവ. ഈ ചിത്രങ്ങൾ വരച്ചത് ലക്ഷ്മി ജയരാജ് എന്ന തിരുവനന്തപുരം സ്വദേശിനിയാണ്. ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നല്ലേ? മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇവയെല്ലാം വരച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഫ്രാക്റ്റൽ ആർട്ട് എന്ന സങ്കേതം ഉപയോഗിച്ച്. ചിത്രരചനയിലെ വേറിട്ട രീതിയാണ് ഫ്രാക്റ്റൽ ആർട്ട്. കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ചിത്രരചനയാണിത്. ഫ്രഞ്ച് അമേരിക്കൻ മാത്തമാറ്റീഷ്യനായ ബെനോയിറ്റ് മെൻഡൽബോട്ടാണ് ഈ രചനാരീതിയുടെ ഉപജ്ഞാതാവ്. ഇന്റർനെറ്റിൽ കണ്ട മനോഹര ചിത്രങ്ങളുടെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് ഫ്രാക്റ്റൽ ആർട്ട് എന്ന ചിത്രരചനാ രീതിയെ കുറിച്ച് ലക്ഷ്മി മനസ്സിലാക്കുന്നത്. ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ കാണും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫ്രാക്റ്റൽസ് ആണ്. അപ്പോൾ ഈ ഫ്രാക്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നതാണ്. കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ പഠിച്ചത്. കഴിഞ്ഞ 12 വർഷമായി ലക്ഷ്മി ഈ രംഗത്തുണ്ട്. ലെക്സ് എന്ന പേരിൽ ഇതിനകം 1000-ഓളം ഫ്രാക്ചർ ആർട്ട് ചിത്രങ്ങൾ ഇവർ രചിച്ചു കഴിഞ്ഞു. പ്രകൃതിയാണ് തനിക്ക് വരയ്ക്കാൻ ഏറെ ഇഷ്ടമെന്ന് ഇവർ പറയുന്നു. മെൻഡൽബോട്ട് ഫോർമുലയുടെ സഹായത്താൽ ബേസിക് എംസെറ്റ് ഉപയോഗിച്ചാണ് ഫ്രാക്ചർ ചിത്രരചന. ഇതിനായി നിരവധി ഫ്രാക്ചർ ജനറേറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. നിറങ്ങളും രൂപവുമെല്ലാം ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. Actually, it's a graphic representation of complex mathematical equations. അപ്പോൾ അത് ഈ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത് സിമിലർ സ്ട്രക്ചേഴ്സ് ആണ്. വെൻ വി സൂം ഇൻ ദ സെയിം സ്ട്രക്ചർ ഈസ് കമ്മിങ്, അങ്ങനെ വരും. അപ്പം ആക്ച്വലി ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞാൽ ഇത് ടേം കോയിൻ ചെയ്തത് ബെനോയിറ്റ് മെൻഡൽബ്രോട്ട് എന്ന് പറഞ്ഞാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഫ്രാക്റ്റൽ ആർട്ട്. സമയവും താല്പര്യവും ഉണ്ടെങ്കിൽ അല്പം ശ്രമിച്ചാൽ ഈ ചിത്രരചനാ രീതി പഠിച്ചെടുക്കാമെന്ന് ലക്ഷ്മി പറയുന്നു. മലയാളികൾക്ക് അധികം പരിചിതമല്ല ഫ്രാക്റ്റൽ ആർട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെക്കുറിച്ച് ധാരാളം വിശദീകരിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. വെറും ചിത്രരചനയ്ക്കപ്പുറം ധാരാളം സാധ്യതകൾ ഫ്രാക്റ്റൽ ആർട്ടിനുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു. വിവിധ ആഭരണങ്ങൾ ഫ്രാക്റ്റൽ ആർട്ട് ഉപയോഗിച്ച് ഇവർ രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ഇഷ്ടം നാച്ചുറൽ ആയിട്ടുള്ളത് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ 3D ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് 3D ആണ്. ഇപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ മാൻഡൽ ബൾബ് അത് ഫ്രീ ആണ് ആക്ച്വലി. പക്ഷെ അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ബിക്കോസ് ഈ ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഫീൽഡ് ഇപ്പം റിസർച്ച് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. ചിത്രരചനയാണ് ഫ്രാക്ചർ ആർട്ട് മേഖലയിലെ പുതിയ ട്രെൻഡ്. ഇത്തരത്തിലുള്ള അനേക ചിത്രങ്ങളും ഇവർ വരച്ചിട്ടുണ്ട്. നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ലക്ഷ്മി. ഭർത്താവ് ജയരാജും മക്കളായ അർജുനും അനന്തും ഇവർക്ക് ചിത്രരചനയിൽ പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇനിയും ഒരുപാട് പ്രദർശനങ്ങൾ നടത്തണമെന്നാണ് ലക്ഷ്മിയുടെ ആഗ്രഹം. ഗൾഫ് റോഡിന്റെ ഇവിടെ
അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. openhouse@asianetworld.in എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ ഞങ്ങൾ